നമസ്തേ. കഥകളത്തി സാഗരത്തിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പൊന്മാല കുഞ്ഞിക്കണ്ടനിൽ നിന്നും ബയലേരിക്കോട്ടയിലെ കന്നിക്കുഞ്ഞൻ ഗർഭിണിയായതുവരെ നമ്മൾ എത്തി നിൽക്കുകയാണ്. ഗർഭിണിയായതിൻ്റെ ഒരു ലക്ഷണം എങ്ങനെയാണ് മനസ്സിലായത്? ആരും അറിഞ്ഞിട്ടില്ലാത്ത കാര്യമാണ്. അക്കാലത്തുണ്ടായ ചില ഗർഭത്തിൻ്റെ ലക്ഷണം എന്തായിരുന്നു എന്ന് വെച്ചാൽ, പഴയരി വെന്ത മണം കേട്ടൂടാ. അരി അങ്ങോട്ട് തിളച്ചിട്ട് വെന്ത മണം വരുമ്പോഴത്തേക്കും ഛർദ്ദിക്കാൻ വരും കന്നിക്ക്. തേക്കലുമില്ല കുളിക്കുമില്ല. എണ്ണ തേക്കണമെന്നോ കുളിക്കണമെന്നോ കാലത്ത് എണീറ്റ് വേണ്ട പോലെ നടക്കണമൊന്നുമില്ല. നായിക്കുണുക്കായിട്ട് വീണീതല്ലോ, ശരീരമൊക്കെ ക്ഷീണിച്ചു. വയനേരിക്കോട്ടയിലെ അമ്മായിയാണ്. അമ്മായി ഇതൊക്കെ കാണുന്നുണ്ട്. കാലത്ത് എണീറ്റ് അരി വേകുമ്പോഴേക്കും പെണ്ണ് ഓടിപ്പോവുക. മണം കേട്ട ഛർദ്ദിക്കും. പിന്നെ കുളിക്കാനും ഇല്ല ഒരു ഉത്സാഹം, ജീവിതത്തിലൊരു ഉത്സാഹം ഇല്ലാണ്ട് വേഗം തന്നെ അമ്മായിക്ക് മനസ്സിലായി. അമ്മായി ഇവളെ വീട്ടിൽ നിന്ന് തുരത്തിക്കളയാൻ എന്താ വഴി? ഇവളുടെ ഒരു കോലൂത്ത് തമ്പുരാൻ്റെ ഭാര്യയായിട്ടിരിക്കേണ്ട പെണ്ണ. അമ്മായിക്ക് പണ്ടിനാലെ അതിനോട് വലിയൊരു കുശുമ്പുണ്ടായിരുന്നു. അത് മാറി കിട്ടി. ഇവൾ ഗർഭിണിയാണെന്ന് തമ്പുരാൻ ഇവളെ കൊല്ലും ഉറപ്പാ. അപ്പം ആരിൽ നിന്ന് ഗർഭം ധരിച്ചു? യോഗ്യനായ ഒരാളുടെ പേര് പറയാൻ പറ്റില്ലല്ലോ, ആരാന്നറിയാനേ ഇല്ല അമ്മായിക്ക്. ഉടൻ തന്നെ അമ്മായി എന്തുണ്ടാക്കി? അന്ന് കാലത്ത് ജാതിയിൽ താഴ്ന്നവരാണ് മലയന്മാർ. ആ മലയര് ആരാണ്ട് കയറി വന്നേക്ക്. ഇവൾക്ക് മലയരുമായിട്ട് അടുപ്പം വന്നിട്ട് എന്തു പറയുന്നു? ആ മല്ലൻ്റെ അപരാധം ഉണ്ടവൾക്ക്. മലയൻ്റെ അപരാധം എന്ന് പറഞ്ഞാൽ മലയന്മാരിൽ ആരോ വന്ന് ഇവളുമായിട്ട് വീഴ്ച നടത്തിയിട്ട് ഇവൾ ഗർഭിണിയായിരിക്കുകയാണെന്ന് പറയാനായിട്ട് ആ അമ്മായി അങ്ങോട്ട് ഓടി വെയിലേരി കോലൂത്തേക്ക്. അവിടെ ചെന്ന് തമ്പുരാനെ കണ്ട് വിവരം പറഞ്ഞു. തമ്പുരാൻ അപ്പോൾ ഓർത്തു, അയ്യോ അവൾ ജനിച്ച അന്ന് തൊട്ട് ഞാൻ അവൾക്ക് ഉണ്ണാൻ കൊടുക്കുന്നില്ലേ, ഉടുക്കാൻ കൊടുക്കുന്നില്ലേ, ഇപ്പം തിന്നാനായിട്ട് 14 പൂവാഴത്തോട്ടം കൊടുത്തില്ലേ, പഴം തിന്നാൻ അത് ചെയ്തില്ലേ, ഇത് ചെയ്തില്ലേ, സ്വർണം കൊടുത്തില്ലേ എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെയൊക്കെ ആയിട്ടും അതൊക്കെ അങ്ങോട്ട് ആലോചിച്ചപ്പോൾ ഉണ്ടല്ലോ ആ ദേഷ്യം കെട്ട് വന്നിട്ട് തമ്പുരാന് ദേഷ്യം വന്നു. തമ്പുരാൻ തിരുമനം പൊട്ടിപ്പിളർക്കുന്നല്ലോ. തമ്പുരാൻ്റെ മനസ്സം കെട്ട് കിടുങ്ങിപ്പോയി. തന്നെ ചതിച്ചില്ലേ കന്നി എന്ന് തൃക്കണ്ണിൽ ചോര കലങ്ങുന്നല്ലോ. കണ്ണൊക്കെ അങ്ങോട്ട് ചുമന്നു തമ്പുരാൻ്റെ കന്നിയോടുള്ളൊരു ദേഷ്യം കാരണം. എന്നിട്ടോ നിങ്ങൾക്കൊരത്താണിയായിട്ടുള്ള അമ്മായി ഒരു കാര്യം ഏൽപ്പിച്ചു. എന്താ കാര്യം എന്നറിയാമോ? ഈ ബയനാരിക്കോട്ടയിലെ അമ്മായിയാണ് അപ്പാച്ചാലാടെന്ന് പറഞ്ഞുകൊണ്ടിട്ട് അപ്പം തന്നെ വേഗം അങ്ങോട്ട് വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന വഴിക്ക് ഈ രാജാവിൻ്റെ കൂലോത്ത് തമ്പുരാൻ്റെ കൽപ്പന പ്രകാരം ഈ ബയനേരിക്കോട്ടയിലെ ഈ കന്നിയെ അവളവിടെ കിടക്കുകയായിരുന്നു. കയ്യെ പിടിച്ചു പുറത്തു വന്നു. അമ്മായി അവളെ കയ്യെ പിടിച്ച് വലിച്ച് പുറത്ത് വന്നിട്ട് എന്ത് ചെയ്തു? നെല്ലുത്തു കൂടലേ കൊണ്ടുണ്ടാക്കി. നെല്ല് കുത്തണ ഉരൽപ്പുരയിൽ കൊണ്ടുപോയി പൂട്ടിയിട്ടു അവളെ. എന്നുവെച്ചാൽ ഈ കോട്ടയിൽ ആ രാജകീയ പ്രൗഢിയോടെ ജീവിച്ചിരുന്ന കന്നിക്ക് മലയൻ്റെ അപരാധം ഉണ്ടായി എന്ന് പറഞ്ഞാൽ മലയരുമായിട്ട് വീഴ്ച ഉണ്ടായി എന്നുള്ള കുറ്റം പറഞ്ഞ് അവളെ നെല്ലൂത്തുവരയിൽ കൊണ്ടുപോയി ആക്കി. അരിശം പിടിച്ചോള കന്നിക്കുഞ്ഞന് വല്ലാണ്ട് ദേഷ്യം വന്നു. ഇടങ്കാലു കൊണ്ടത് അപ്പം വെള്ളം കുടിക്കാനായിട്ട് കൊടുത്ത് അവിടെ വെച്ചിരുന്ന ആ ഉരൽപ്പുരയിൽ വെച്ചിരുന്ന നെല്ലൂത്തുവരയിൽ വെച്ചിരുന്ന മരപ്പലക, അതായത് അങ്ങനെ ഒരു പാത്രമുണ്ട്, മരം തന്നെ കടഞ്ഞെടുത്ത് കുഴിഞ്ഞ പാത്രം, ആ പാത്രത്തിൽ വെള്ളം കൊടുത്തു. ദേഷ്യം വന്നിട്ട് കന്നി എന്ത് ചെയ്തു? അത് ഇടങ്കാല് കൊണ്ട് പുറത്തൊരൊറ്റ തട്ടങ്ങട് തട്ടി. ആ സമയത്ത് ഇടങ്കാല് കൊണ്ടത് തട്ടി മറിച്ചു. അങ്ങനെ അവിടെ നിൽക്കുന്ന നേരം അതിനകത്തിട്ട് പൂട്ടി. നെല്ലൂത്തുപുരയിലിട്ട് കന്നിയെ പൂട്ടിയിട്ടു.
ആ സമയത്ത് നിന്നിട്ട് തമ്പുരാൻ എന്ത് ചെയ്തു, അവളെ അവിടെ പൂട്ടിയിടാൻ പറഞ്ഞു, വിധിയൊക്കെ ഉണ്ടാക്കാം. അപ്പോഴേക്കും നാട്ടിൽ പ്രമാണിയായിട്ടുള്ള മറ്റൊരു പടക്കുറുപ്പായിട്ട് ആലോചിക്കണം, ഈ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ അബദ്ധം പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ശിക്ഷ കൊടുക്കേണ്ടത്. നാട്ടു നടപ്പനുസരിച്ച് ജീവനോടെ അഗ്നികുണ്ഡത്തിലേക്ക് തട്ടിയിടണം, തീയിലിട്ട് മറയ്ക്കണം. അതാണ് അതിൻ്റെ ഒരു കണക്ക്. അതിന് വേണ്ടിയിട്ട് കുഞ്ഞോദയനെ വിളിക്കാനായിട്ട് തമ്പുരാൻ കുറേ ദൂതന്മാരെ അയച്ചു. പട്ടന്മാരെന്നാണ് അവർ പറയുക. അവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചെഞ്ചൂരൽക്കട്ടിന്മേൽ പടിപ്പുരയിൽ ഇരിക്കുകയായിരുന്നു ഉദയനൻ അങ്ങനെ ഇരിക്കുമ്പോൾ എന്താ പട്ടന്മാരെ വന്നെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, തമ്പുരാൻ ഇങ്ങനെ കോട്ടയ്ക്ക് ബൈനേരി കോലുവത്ത് തമ്പുരാൻ വിളിച്ചിരിക്കുകയാണ്, അവിടെ ഏതോ ഒരു പെണ്ണിനെന്തോ അപരാധം വന്നേക്കണു എന്നൊക്കെ പറഞ്ഞ് അവർ തിരിച്ചു പോന്നു. ഉദയൻ അപ്പം തന്നെ വേഗം പടിഞ്ഞാറ്റിയിൽ പോയി ഇരുന്നു. അവർ കണ്ട വഴിക്ക് വേഗം തന്നെ അവിടെ നിന്ന് എണീറ്റ് പോന്നു. തൻ്റെ പടിഞ്ഞാറ്റി വന്നവനും തൻ്റെ ചമയം ചമഞ്ഞുകൊണ്ടിട്ട് ചമയങ്ങളൊക്കെ എടുത്തിട്ട് തമ്പുരാൻ്റെ അടുത്ത് വന്നു. തമ്പുരാൻ്റെ അടുത്ത് വന്നപ്പോൾ തമ്പുരാനുണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ബൈലേരിക്കോട്ടയിലെ കന്നി തന്നെ ചതിച്ച കഥയൊക്കെ പറഞ്ഞു. ഇതിനെന്താണ് ശിക്ഷ എന്ന് പറഞ്ഞപ്പോൾ തമ്പുരാൻ വിധിച്ചോളൂ ശിക്ഷ, അത് തന്നെ നടപ്പാക്കാം എന്ന് ഉദയനൻ പറഞ്ഞു. ഉദയനൻ അപ്പോൾ ഇങ്ങോട്ട് പോരുന്ന സമയത്തൊരു സംഭവം ഉണ്ടായി. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം കേട്ടോ. ഉദയനൻ ഈ പട്ടന്മാരുടെ വാക്ക് കേട്ടിട്ട് ഓല കൊടുത്തയച്ചതനുസരിച്ച് തമ്പുരാൻ്റെ അടുത്തേക്ക് വരണ വഴിക്ക് പോരുന്നത് ഈ പൊന്മാല കുഞ്ഞിക്കണ്ണൻ്റെ പടിപ്പുര വഴിയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് കുഞ്ഞിക്കണ്ണനെ കണ്ടു. കുഞ്ഞിക്കണ്ണനെ കണ്ടപ്പോൾ ഉദയനക്കുറിപ്പ്, കുഞ്ഞോദയന എവിടേക്ക് പോണു, ഇത് എവിടെ പോണ, തച്ചോളി ഓദേന പൊൻചെങ്ങാതി, അവർ രണ്ടുപേരും പരിചയക്കാരും കൂട്ടുകാരൊക്കെ. ഞങ്ങൾ എടെ പുറപ്പാടാ കുഞ്ഞോദേന, എവിടേക്കുള്ള പുറപ്പാടാ, എവിടേക്കാണ് ഈ പോണേ എന്ന് ചോദിച്ചു. അന്നേരം ഉദയനം പറയാണ് വർത്താനറിഞ്ഞോ നീ കുഞ്ഞിക്കണ്ണ, വർത്താനങ്ങൾ അറിഞ്ഞോ എന്താണെന്ന് ചോദിച്ചു. അപ്പം എന്താ എന്നോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, മാലേൻ്റെ അപരാധം ഉണ്ടവൾക്ക്. ആർക്ക്? ബൈനേരി കോട്ട വാഴും കന്നിക്കുഞ്ഞൻ, മാലേൻ്റെ അപരാധം ഉണ്ടവൾക്ക്. അവൾക്ക് ഒരു മാലേൻ്റെ അപരാധം വന്നു പെട്ടെന്ന്, അവളിപ്പോൾ അപരാധമുണ്ടവൾക്ക്. ഇത് കേട്ട നേരത്ത് ഉദയനനും കുഞ്ഞിക്കണ്ണന് പറഞ്ഞു വയ്ക്കുക, ഏറെ തെളിഞ്ഞു ചിരിച്ചു കണ്ണൻ. അത് കേട്ടപ്പോൾ നല്ല ചിരിയായി ചിരിച്ചത്. അപ്പോൾ ഉദയനൻ വിചാരിച്ചു, അമ്പട്ട എന്തോ പന്തികേടുണ്ടല്ലോ. സാധാരണഗതിയിൽ ബൈലേരിക്കോട്ടയിൽ 10-14 വയസ്സുള്ള ഒരു കോട്ട വാഴും കന്നി കുഞ്ഞൻ തമ്പുരാൻ വിവാഹം കഴിക്കാനിരിക്കുന്ന പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് മലേൻ്റെ അപരാധം കേട്ടു എന്ന് പറയുമ്പോൾ പുരയും വന്ന് ചതിച്ചല്ല, അവനെ കൊല്ലണം, വെട്ടണം, പെണ്ണിന് ദോഷം വന്ന പെണ്ണിനെ കൊല്ലണം, അല്ലെങ്കിൽ കുടുംബത്തിനൊക്കെ ചീത്തപ്പേരല്ലേ, അങ്ങനെയൊക്കെയുള്ള ദുഃഖങ്ങളും കാര്യങ്ങളുണ്ട്. പക്ഷേ ഇത് കേട്ട വഴിക്ക് പൂമാല കുഞ്ഞിക്കണ്ണൻ ഒരൊറ്റ ചിരിയും കിടി ചിരിച്ചു, എൻ്റെ പൊൻചങ്ങാതി എന്ന് പറഞ്ഞു. അപ്പോൾ ഉദയനൻ അപ്പം തോന്നി, ഏറെ തെളിഞ്ഞു ചിരിച്ചു കണ്ണൻ. ഉദയനൻ ഈ കാര്യം നല്ല ചിരിച്ച്. അപ്പോൾ തച്ചോളി നല്ലോമനെ കുഞ്ഞോദയനൻ പറയുന്നുണ്ട്. അന്നേരം കുഞ്ഞോദയനൻ അപ്പോൾ ഒരു കാര്യം പറഞ്ഞു, പൊന്മലക്കോട്ട വാണ കുഞ്ഞിക്കണ്ണ, പൊന്മലക്കോട്ട വാണ കുഞ്ഞിക്കണ്ണ, നീയൂടി പോരെൻ്റെ പൊൻചങ്ങാതി, നീയും കൂടി എൻ്റെ കൂടെ പോരെ ചങ്ങാതി എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നീയൂടി പോരെന്നെ തമ്പ്രാൻ്റെ കൂലോത്തും പോയി വരാലോ, നമുക്ക് തമ്പ്രാൻ്റെ അടുത്ത് ഒന്ന് പോയിട്ട് വരാം. വരാണ്ടിരിക്കറ് കുഞ്ഞിക്കണ്ണ, നീ വരാണ്ടിരിക്കരുത്, നീയും കൂടെ വാന്ന് പറഞ്ഞ് വിളിച്ചു. അന്നേരം ഈ കുഞ്ഞിക്കണ്ണൻ എന്താ, തച്ചോളി നല്ലോമന കുഞ്ഞോദേന, നീയിപ്പം പോടെൻ്റെ പൊൻചങ്ങാതി, നീയിപ്പോൾ പോ എൻ്റെ ചങ്ങാതി, എൻ്റെ പൊന്നങ്ങാതി, നീ അങ്ങോട്ട് വേഗം പോകുക. വർത്താനറിഞ്ഞു നീ വന്നോദേന, അവിടുത്തെ വർത്താനങ്ങൾ എന്തൊക്കെയാണെന്ന് നീ അറിഞ്ഞിട്ട് വേഗം വാ എന്നും പറഞ്ഞ് ഉദയനനെ തന്നെ അങ്ങോട്ട് വിട്ടു. ഉദയനൻ അവിടെ ചെന്ന് തമ്പുരാൻ ഇങ്ങനെ ഈ മലേൻ്റെ അപരാധം വെച്ച പെണ്ണിനെ അവിടുത്തെ നാട്ടു നടപ്പനുസരിച്ച് വലിയ കുഴി കുത്തി അതിൽ വിറകിട്ട് കത്തിച്ച് അഗ്നി കൊണ്ടുണ്ടാക്കി അതിലേക്ക് തട്ടിമറിച്ചിടണം.
അത് തട്ടിമറിച്ചിടുക. അച്ഛൻ ആരാണെന്നറിയാത്ത മലേൻ്റെ അപരാധം വന്ന പെൺകുട്ടികൾ പിഴച്ചു പോയാലത്തെ ശിക്ഷ അന്ന് കാലത്ത് അങ്ങനെയാണ്. കാരണവന്മാരും രാജാവും ഒക്കെ തീരുമാനിക്കുക. ഉദയനനാണെങ്കിൽ ഈ പെൺകുട്ടിയെ കണ്ടപ്പോൾ സഹിക്കാൻ വയ്യ. 14 വയസ്സുള്ള നല്ലൊരു പെൺകുട്ടി, അതിന് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയല്ലോ, ആരാണെന്ന് ചോദിച്ച് അവളോട്ട് പറയൂല. അപ്പോൾ എല്ലാവരും കൂടി അങ്ങോട്ട് പറഞ്ഞേക്കുക മലേൻ്റെ അപരാധം പറ്റി. അവളെ ഉടനെ തന്നെ അങ്ങോട്ട് പോവുകയാണ്. തിരിച്ച് ഉദയനൻ വേഗം എന്നിട്ട് എങ്ങനെ വരുന്ന വ്യാഴത്തിന് മുൻപുള്ളൊരു ദിവസം ഇവിടെ അഗ്നികുണ്ഡത്തിലേക്ക് തട്ടിയിടാനായിട്ട് തീരുമാനിച്ചു. ഉദയനൻ തിരിച്ച് വീട്ടിലേക്ക് പോരുകയും ചെയ്തു. ആ സമയത്തും ഈ പൂമാല കുഞ്ഞിക്കണ്ണനെ കണ്ടു. കുഞ്ഞിക്കണ്ണനെ കണ്ടപ്പോൾ ഉദയനനെ കണ്ടപ്പോൾ കുഞ്ഞിക്കണ്ണൻ ചോദിച്ചു, പൊന്നങ്ങാതി എന്താ ഈ ഇവിടുത്തെ വയലേരിക്കോട്ടയിൽ കന്നിയുടെ കാര്യം ഇങ്ങനെ അഗ്നികുണ്ഡം തീർത്ത് അതിലേക്ക് തീച്ചൂഴി മറച്ചിടുക എന്നാണ് അതിൽ പറയുക. ആ ആള് പോണ അങ്ങനെ മേലിൽ വരും മുമ്പ് വ്യാഴാഴ്ച അന്നേ ദിവസം തീക്കുഴി മാടപ്പറമ്പത്താണ്. തീക്കുഴി മാടപ്പറമ്പ് എന്ന് പറഞ്ഞാൽ വലിയ ദൂരെ ആൾതാമസമില്ലാത്തൊരു പറമ്പിൽ തീ കൂട്ടി ഈ പെണ്ണിനെ നടത്തി പിടിച്ച് അവിടെ കൊണ്ടുപോയിട്ട് അഗ്നികുണ്ഡത്തിലേക്ക്. അപ്പോൾ അതിനു വേണ്ടി തമ്പുരാൻ ഏർപ്പാടുകളൊക്കെ ചെയ്തു. മരങ്ങളൊക്കെ വെട്ടാൻ തുടങ്ങി, വെട്ടി വിറക് കീറി അഗ്നികുണ്ഡം ജ്വലിപ്പിക്കാനുള്ള വിറകൊക്കെ റെഡിയാക്കി ഇങ്ങനെ വെച്ചു. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ അതെന്നോട് എന്താ വർത്താനം വെച്ച് പറഞ്ഞു, ഇങ്ങനെ കന്യെ തീക്കുഴി മാടമ്പറമ്പത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തീയിൽ ചുട്ടുകൊല്ലൻ. അപ്പോൾ വേഗം കണ്ണൻ എന്നെ ഉദയനം തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു, കൊല്ലാതെ കുഞ്ഞനെ വയ്ക്കരുത്, കുഞ്ഞനെ കൊല്ലാണ്ട് വയ്ക്കരുത്, കൊല്ലുതന്നെ വേണം ഇങ്ങനെ. കാരണം നാട്ടിക്കും പോരായ്മ പറ്റിച്ചോള്, അവൾ നാടിന് പോരായ്മ ഉണ്ടാക്കിയോളല്ലേ. വീട്ടിക്കും പോരായ്മ പറ്റിച്ചോള്, വീടിനും ചീത്തപ്പേരുണ്ടാക്കിയോളല്ലേ. ഇത്ര ഉറപ്പിലോളെ വച്ചെങ്കിലും വയനവരി കൂലോത്തെ തമ്പ്രാനെ ഓളു ചതിച്ചിനല്ലോ. എത്ര ബന്ദവസിലെ കോട്ടകൾ പോലും ശക്തിപ്പെടുത്തി അത്ര ബന്ദവസിൽ വളർത്തി കൊണ്ടുവന്ന ആ കന്യയെ എന്നിട്ട് അവൾ തമ്പ്രാനെ ചതിച്ചില്ല, അവളെ തീയിട്ട് ചുടു തന്നെ വേണം എന്ന് കണ്ണൻ അങ്ങോട്ട് സപ്പോർട്ടും ചെയ്തു. ഉദയനൻ അങ്ങോട്ടും പോയി. ഇനി വ്യാഴാഴ്ച തീക്കൂട്ടത്തിലേക്ക് ചാടുമ്പോൾ വേണ്ടു. അങ്ങനെ അവിടെ ഇരിക്കുമ്പോഴത്തേക്കും ഈ വിവരം ഇന്നത് നടപ്പാക്കാൻ പോവാന്ന് അമ്മായിയൊക്കെ വന്ന് പറഞ്ഞത്, ആ കനിയെ തീക്കുഴി മാടമ്പറമ്പത്ത് നടപ്പാക്കാൻ പോവാണ് എന്നറിഞ്ഞ വഴിക്കത്തെ ഇവരെന്ത് ചെയ്തു, കന്യ എന്ത് ചെയ്തു, തന്നോട് പോകുമ്പോൾ കണ്ണൻ പറഞ്ഞേക്കണ തൻ്റെ ബന്ധു പൂമാലക്കോട്ടയിലെ കുഞ്ഞിക്കണ്ണനാണല്ലോ, ആ ബന്ധുവിനെ വിവരം അറിയിച്ചാൽ മതി, ആര്യന്തത്തെ വിളിച്ച് വിവരം അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഉടൻ തന്നെ കന്നി ആര്യന്തത്തെ വിളിച്ചു ഓല വരുത്തി ഓലയിൽ എഴുതി വരും വ്യാഴാഴ്ചയ്ക്ക് മുൻപായിട്ട് തീച്ചുഴി മാടമ്പറമ്പത്ത് നടത്താൻ പോവുകയാണ്. അതുകൊണ്ട് എൻ്റെ ബന്ധുവിന് എന്നെ സഹായിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു പൊന്മാല കുഞ്ഞിക്കണ്ണന് ആര്യന്തത്തയുടെ കഴുത്തിൽ കുറിപ്പ് കെട്ടി പുറത്തി വിട്ടു. ആ കുറിപ്പ് എന്നിട്ട് ചെന്ന വഴിക്ക് അവിടെ ചെന്ന് പറഞ്ഞു, തീക്കുഴി മാടമ്പറമ്പത്ത് തൻ്റെ വ്യാഴാഴ്ച വന്നു പുലന്നേരത്ത് തച്ചോളി നല്ലോമന കുഞ്ഞോദയനൻ വ്യാഴാഴ്ചയാണ് നടത്താൻ പോകുന്നത്. അപ്പോൾ അതിന് മുൻപായിട്ട് ആര്യന്തത്ത പൂമാല കുഞ്ഞിക്കണ്ണൻ്റെ വലതു തുടയിൽ ചെന്ന് അങ്ങോട്ട് ചാടി വീണു. അപ്പോൾ കഴുത്തിലെ വിവരെടുത്ത് കഴിഞ്ഞപ്പോൾ ഉടൻ തന്നെ ഓല എടുത്ത് നോക്കിയപ്പോൾ കന്നിയും ഈ വിവരം അറിയിച്ചു. അറിയിച്ചപ്പോൾ അപ്പം തന്നെ പൂമാല കുഞ്ഞിക്കണ്ണൻ ഉടനെ ചാടി പോവുകയല്ല ചെയ്തത്. തൻ്റെ ആ തീർപ്പ് നടത്തുന്നത് ഓരോ ദിവസം വൈകിച്ച് അതായത് പൂമാലക്കണ്ണൻ അവിടേക്ക് വൈകിക്കാനുള്ള ചില സൂത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് ഉടൻ തന്നെ ഒരു മറുപടി അങ്ങടെ തത്തയുടെ കഴുത്തിൽ തന്നെ കെട്ടി അയപ്പിക്കുകയും ചെയ്തു. ആ തത്തയോടെ കയ്യിൽ കൊടുത്തയച്ച കുറിപ്പിൽ പൂമാല കുഞ്ഞിക്കണ്ണൻ പറഞ്ഞതനുസരിച്ച്
അനുസരിച്ചാണ് പിന്നീട് കുഞ്ഞിക്കന്നിയുടെ പ്രവർത്തനം. അതായത് അതിൻ്റെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, താനേതായാലും മരിക്കാൻ പോവുകയാണ്. അപ്പോൾ തൻ്റെ അന്തിമ അഭിലാഷങ്ങൾ ചിലതൊക്കെ നടത്തി തരണം. ആ അന്തിമ അഭിലാഷങ്ങൾ ചിലത് പറയുകയാണ്. അപ്പോൾ ഉദയനക്കുറിപ്പായിട്ടാണ് ഈ തീക്കുഴി മാടമ്പത്ത് നടത്താനായിട്ട് വരുന്നത്. വലത്തെ തുടയിൽ നല്ല ഈ അങ്ങനെ പൂമാലക്കോട്ടയ്ക്ക് കുഞ്ഞിക്കണ്ണൻ വന്നു. കുഞ്ഞിക്കണ്ണൻ പൊന്മാലക്കോട്ടയ്ക്ക് വന്ന് കന്നിയെ അങ്ങനെ ഈ എഴുത്തിൻ്റെ മറുപടി കിട്ടിയതനുസരിച്ച് ഈ തീക്കുഴി മാടമ്പത്ത് എന്ന് പറഞ്ഞാൽ തീക്കുണ്ടത്തിൽ ചാടുന്ന കർമ്മം നടത്തുന്നത് വൈകിപ്പിക്കാനുള്ള ചില സൂത്രങ്ങൾ ഈ എഴുത്തിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പൂമാല കുഞ്ഞിക്കണ്ണൻ. താൻ അവിടേക്ക് അങ്ങോട്ട് എത്തുമ്പോഴത്തേക്കും അത് പറഞ്ഞു കൊടുത്തതനുസരിച്ച് തത്തവിടെ വന്ന് എഴുത്തു കൊടുത്തു. അത് വായിച്ച് മനസ്സിലാക്കി കന്നി അതുപോലെ തന്നെ പെരുമാറാനായിട്ട് തീരുമാനിച്ചു. വ്യാഴാഴ്ച ആവുമ്പോഴത്തേക്കും ഉദയനക്കുറിപ്പൊക്കെ ചമയങ്ങളൊക്കെ ചമഞ്ഞ് കാരണവരെ പോലെ തീക്കുഴി മാടമ്പത്തൊക്കെ ആയിട്ട് വന്നു. കന്നിയെ അഗ്നിയിൽ മറച്ചിടാനായിട്ട് സാധിക്കില്ല ഉദയന്. തൻ്റെ സഹോദരി തുല്യം താൻ സ്നേഹിക്കുന്ന നല്ലൊരു പെൺകുട്ടിയാണ്. പക്ഷേ ഇങ്ങനെ അബദ്ധം പറ്റിയില്ലേ, തറവാടിന് ചീത്തപ്പേരായില്ലേ എന്നൊക്കെ വിചാരിച്ച് വിഷമിച്ചിരിക്കുകയാണ്. ഇന്ന് ഞാനിവിടെ ഈ കഥ നിർത്തുന്നു കേട്ടോ. എന്നിട്ട് അടുത്ത ദിവസം ഇതിൻ്റെ ബാക്കി പറയും.